മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമെന്ന് CBI കുറ്റപത്രം. 2021 മനീഷ് സിസോദിയ മദ്യനയം രൂപീകരിക്കുമ്പോൾ തന്നെ കെജ്രിവാൾ ആം ആദ്മിക്ക് സാമ്പത്തിക പിന്തുണ ആവശ്യപ്പെട്ടു എന്ന് കുറ്റപത്രത്തിൽ പരാമർശം. കേസിൽ CBI അന്തിമ കുറ്റപത്രം സമർപ്പിച്ചു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, എന്തൊക്കെയാണ് ഈ കുറ്റപത്രത്തിൽ പ്രധാനമായും പറയുന്നത്? വേണു, ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട CBI രജിസ്റ്റർ ചെയ്ത കേസിൽ അന്തിമ കുറ്റപത്രം CBI സമർപ്പിച്ചിരിക്കുകയാണ്. അഞ്ചാമത്തെ കുറ്റപത്രമാണ് അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ളവർക്കെതിരെ CBI സമർപ്പിച്ചിരിക്കുന്നത്. ഈ കുറ്റപത്രത്തിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമായി എന്നാണ് CBI പരാമർശിക്കുന്നത്. ഈ മദ്യനയം 2021 മാർച്ചിൽ മനീഷ് സിസോദിയയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിതല സമിതി രൂപീകരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ കാര്യത്തിൽ മദ്യനയം സ്വകാര്യവൽക്കരിച്ചുകൊണ്ട് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനുള്ള പദ്ധതി അരവിന്ദ് കെജ്രിവാളിനുണ്ടായിരുന്നുവെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ മദ്യനയം രൂപീകരിക്കുമ്പോൾ പാർട്ടിക്ക് സാമ്പത്തിക സഹായം നൽകണം എന്ന നിർദ്ദേശം മനീഷ് സിസോദിയ അടക്കമുള്ള മന്ത്രിതല സമിതിക്ക് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നൽകിയിരുന്നു എന്നുമാണ് CBIയുടെ കുറ്റപത്രത്തിൽ പറയുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ കെജ്രിവാളിന്റെ വിശ്വസ്തനായ വിജയ് നായർ മറ്റ് മദ്യ വ്യവസായികളുമായി ബന്ധപ്പെടുകയും അവർക്ക് അനുകൂലമാകുന്ന തരത്തിൽ മദ്യനയം രൂപീകരിക്കുകയും ചെയ്തു. തുടർന്ന് ഈ സാമ്പത്തികമായ നേട്ടം അത് എത്തിച്ചതിലും വിജയ് നായർക്ക് പങ്കുണ്ട്. 100 കോടി രൂപയോളം അഴിമതി നടന്നുവെന്നും ഇതിൽ 44 കോടി ഗോവയിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഉപയോഗിച്ചു എന്നുമാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. അതേസമയം ഗോവയിലെ പാർട്ടിയിൽ നിന്ന് ലഭിച്ച മൊഴി അനുസരിച്ച് 2,44 ലക്ഷത്തോളം രൂപയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ആകെ ചിലവഴിച്ചത് എന്നുമാണ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും അരവിന്ദ് കെജ്രിവാളിനെതിരായ അന്വേഷണം പൂർത്തിയാക്കിക്കൊണ്ടാണ് CBI കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ശരി, മദ്യനയ കേസിൽ CBI അന്തിമ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.